പാലക്കാട് ഡിവിഷനിൽ നിന്നും കൊങ്കൺ ഭാഗത്തുള്ള, അതായത് മംഗലാപുരം സെൻട്രൽ, മംഗലാപുരം ജംഗ്ഷൻ, പനമ്പൂർ എന്നീ സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന ഭാഗം ശരിക്കും അത് പാലക്കാട് ഡിവിഷൻ്റെ നട്ടെല്ലാണ്, വരുമാനത്തിൻ്റെ കാര്യത്തിൽ നട്ടെല്ലാണ്. ഇത്രയും ഭാഗം മറ്റൊരു സോണിൻ്റെ കീഴിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൽ യാത്രക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പാലക്കാട് ഡിവിഷനിലെ മലയാളികളായിട്ടുള്ള ഒരുപാട് സ്റ്റാഫുകളാണ്. അവർക്ക് ഒരിക്കലും ഇനി നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. വരാൻ കഴിയുമായിരിക്കും, ചിലപ്പോൾ അത് 4-5 വർഷങ്ങൾ കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ. അത് ഒരു കാര്യം. പിന്നെ ഓരോ ഡിവിഷൻ്റെയും വരുമാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓരോ ഡിവിഷൻ്റെയും വികസനം എന്ന് പറയുന്നത് ആ ഡിവിഷൻ്റെ വരുമാനത്തിനനുസരിച്ചാണ് റെയിൽവേ വികസനത്തിനും പരിഗണിക്കുക. അതായത് പാലക്കാടിൻ്റെ നട്ടെൽ എന്ന് പറയപ്പെടുന്ന പനമ്പൂർ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ട്രെയിനുകളുള്ള നമ്മുടെ പിറ്റും മെയിൻ്റനൻസൊക്കെ ഉള്ള മംഗലാപുരം സെൻട്രൽ, ഇവ നഷ്ടപ്പെടുന്നതോടുകൂടി നമുക്ക് പിന്നീട് യാതൊരുവിധ പരിഗണനയും ലഭിക്കുകയില്ല. കാരണം വരുമാനമില്ല. വരുമാനമുണ്ടെങ്കിലല്ലേ നമുക്ക് പരിഗണന കിട്ടുള്ളൂ. ഇതുകൂടാതെ സ്റ്റാഫ് ഈ മംഗലാപുരം ഭാഗത്താണ് പിറ്റുള്ളത്. ആ പിറ്റിലാണ് മെക്കാനിക്കൽ സ്റ്റാഫ് അധികമുള്ളത്. ഇതുപോലൊരു പിറ്റ് പിന്നെ നമുക്ക് വേറെ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് ഒരിക്കലും ഇപ്പോൾ തൽക്കാലത്തിന് ഇവിടെ ഇങ്ങോട്ട് വരാൻ, പാലക്കാട് ഭാഗത്തേക്ക് ഒരു ട്രാൻസ്ഫർ വരാൻ ഒരു ചാൻസും ഇല്ല. അവർ അത് വളരെ ഭീതിയോടുകൂടിയാണ് എല്ലാ സ്റ്റാഫും അത് കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാഫിനാണ് ഈ ഡിവിഷൻ്റെ ഈ നട്ടെല്ലായി ഈ ഭാഗം പോകുന്നതോടുകൂടി സ്റ്റാഫിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. വരുമാനം നിലയ്ക്കുന്നതോടുകൂടി നമുക്ക് കിട്ടുന്ന സാമ്പത്തികമായിട്ടുള്ള പരിഗണന പാടെ നിലച്ചു പോകും.